കുറച്ചധികം നാളുകളായി തന്നെ നടൻ നിവിൻ പോളിയുടെ കാര്യം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഏറ്റെടുത്ത സിനിമകൾ പോലും വേണ്ട എന്ന് വെച്ച് അദ്ദേഹം സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയാണ് എന്നെല്ലാവർക്കും അറിയാം. അതിനുള്ള തക്കതായ കാരണം എന്താണ് എന്നാണ് പ്രേക്ഷകരെല്ലാവരും ചോദിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം തന്നെ കാരണം പറയുന്നു. നമ്മൾ നമ്മുടെ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നും വേണ്ട എന്ന് കരുതി നമ്മൾ പോകും. എല്ലാവരും അങ്ങനെയാകും. ഇടയ്ക്ക് മകൾക്ക് അസുഖം ബാധിച്ചിരുന്നു. മകൾക്ക് ആശുപത്രിയിൽ കഴിയേണ്ട അവസ്ഥ വന്നിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു സർജറി തന്നെ വേണ്ടി വന്നിരുന്നു. അതാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ തളർത്തിയത്. ആ ഒരു സമയത്ത് എനിക്കൊന്നും വേണ്ട എന്ന് തോന്നി. അങ്ങനെയാണ് ഏറ്റെടുത്ത പ്രൊജക്റ്റുകളെല്ലാം തന്നെ ഞാൻ വേണ്ട എന്ന് വെച്ചത്. അതാണ് യഥാർത്ഥ കാരണം, അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് എടുത്തു പറഞ്ഞ് മതിയാകും. ഒരുപാട് പ്രൊജക്റ്റുകൾ ഞാൻ വേണ്ട എന്ന് വെച്ച് പോകേണ്ടി വന്നു. അത് അവരുടെയും ബുദ്ധിമുട്ടുകൾ മുന്നിൽ കണ്ട് തന്നെയാണ്. എൻ്റെ മകളോടൊപ്പം ഞാൻ നിൽക്കേണ്ട സമയമായിരുന്നു അത്. അങ്ങനെ നിന്നില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായി പോകും. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ പെരുമാറിയത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അവളോടൊപ്പം നിൽക്കണമെന്നുള്ളത് കൊണ്ട് ഞാൻ മാറി നിന്നത്. സിനിമയിൽ നിന്നിരുന്നെങ്കിൽ അതെനിക്ക് പൂർത്തീകരിക്കാനാകില്ല. എന്നെ കരുതി സംവിധായകരും ആ സിനിമയുടെ ക്രൂ എല്ലാം കാത്തിരിക്കേണ്ടി വരും. ഞാൻ ഒരാൾ കാരണം അവരെ ബുദ്ധിമുട്ടിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് ഞാൻ തൽക്കാലത്തേക്ക് എല്ലാ പ്രൊജക്റ്റുകളും മാറ്റിവെച്ചത്. അതായിരുന്നു യഥാർത്ഥ കാരണം. നമ്മുടെ കുടുംബത്തിന് എന്തെങ്കിലും വയ്യായിക വരുമ്പോഴാണ് നമ്മൾ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത്. അന്ന് എനിക്ക് കുടുംബമായിരുന്നു വലുത്. ഇന്നും അങ്ങനെ തന്നെയാണ്. കുടുംബത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളെല്ലാവരും അങ്ങനെയാകും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വയ്യായിക അനുഭവപ്പെട്ടാൽ നമ്മളത് കാണുമ്പോൾ തന്നെ നമുക്കത് വല്ലാത്ത വിഷമത്തിലേക്ക് പോകും. കണ്ടുകൊണ്ട് നിൽക്കാനാകില്ല. എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാനാകില്ല. ആ സമയത്ത് നമ്മൾ കുടുംബത്തിനോടൊപ്പം നിൽക്കാനായി ആലോചിക്കും. എല്ലാം ഉപേക്ഷിച്ച് പോകാനാണ് എനിക്ക് തോന്നിയത്. അങ്ങനെയാണ് ഞാനത് ചെയ്തത്. ഇല്ലെങ്കിൽ മറ്റുള്ളവർക്കതൊരു ബുദ്ധിമുട്ടായി മാറും. മറ്റുള്ളവരത് വളരെയധികം തന്നെ ബുദ്ധിമുട്ടിൽ നോക്കേണ്ടി വരും. എന്നെ കരുതി പലരും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അത്തരത്തിൽ ഞാൻ എന്തിനാണ് ഓരോരുത്തരെ ബുദ്ധിമുട്ടിക്കുന്നത്? അതിനു മുൻപ് ആദ്യമേ കാര്യം പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെയാണ് ഞാൻ എല്ലാവരോടും കാര്യങ്ങൾ പറഞ്ഞത്. അതെല്ലാവർക്കും ബോധ്യമാവുകയും അവരത് തന്നെ സംസാരിക്കുകയും ചെയ്തു. പിന്നീട് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അന്വേഷിക്കേണ്ടി വന്നിട്ടില്ല. മകൾ ആശുപത്രിയിലായി, സർജറിയായി, റെസ്റ്റ് എടുത്തു. ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയായി തിരിച്ചു വരുന്നു. പൂർണ്ണ ആരോഗ്യവതി എന്ന് പൂർണ്ണമായി പറയാൻ സാധിക്കില്ലെങ്കിൽ പോലും എല്ലാവർക്കും സമാധാനം എന്ന രീതിയിലേക്ക് കടന്നു പോവുകയാണ് ജീവിതം. പക്ഷെ ഒരു സമയത്ത് അങ്ങനെ ആയിരുന്നില്ല. വളരെ വിഷമമായിരുന്നു. വളരെ നിർഭാഗ്യവശാൽ തന്നെ കടന്നു പോകുന്നൊരവസ്ഥയായിരുന്നു. അങ്ങനൊരു അവസ്ഥ വരുമെന്ന് ഒരിക്കലും കരുതിയതുമല്ല. അതുകൊണ്ട് തന്നെയാണ് അതിനൊരു പ്രധാന കാരണമായി മാറുന്നതും. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പ്രേക്ഷകർക്കും വളരെയധികം കൃത്യമായി മനസ്സിലാകുന്നുമുണ്ട്. ആരാധകരെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം പറയുന്നുമുണ്ട്. എല്ലാവരും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുഞ്ഞിനെ വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് കൃത്യമായുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയാം. പ്രേക്ഷകർക്ക് വളരെയധികം കൃത്യമായി പറയാനുള്ള ഒരു സംഭവമായി ഇത് മാറുകയും ചെയ്യുന്നു. പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഓരോ തവണയുള്ള വാക്കുകൾ വളരെയധികം തന്നെ കൃത്യമായി അത് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ടെന്ന് പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.